തലസ്ഥാനത്ത് നായർ സമാജത്തിൻ്റെ വമ്പിച്ചൊരു പ്രതിഷേധവും ഒപ്പം ഐക്യദാർഢ്യം ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു റാലിയുടെ വിശദാംശങ്ങളാണ്. NSSൻ്റെ അമരക്കാരൻ നായകൻ സുകുമാരൻ നായരെ അധിക്ഷേപിച്ചതിനെതിരെയാണ് അവരുടെ പ്രതിഷേധം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആ റാലിയുടെ പൂർണ്ണമായ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്ത നായർ സർവീസ് സൊസൈറ്റിയുടെ അമരക്കാരൻ ശ്രീ ജി സുകുമാരൻ നായർ അവർക്കെതിരെ ചില നികൃഷ്ട ജീവികൾ നടത്തുന്ന മ്ലേച്ഛമായ പ്രചരണങ്ങളെ അപലപിച്ചുകൊണ്ടും ജനറൽ സെക്രട്ടറിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും താലൂക്കിലെ നായർ ഭടന്മാർ അണിചേരുന്ന മാർച്ച് തിരുവനന്തപുരം താലൂക്ക് ജീവിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുവാനും തിരുവനന്തപുരം താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രസിഡന്റ് ശ്രീ M സംഗീത് കുമാർ അവർ നയിക്കുന്ന പാളയം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും സമാരംഭിച്ച് ശ്രീ പത്മനാഭസ്വാമി സന്നിധിയിൽ സമാപിക്കുന്ന ഐക്യദാർഢ്യ പ്രഖ്യാപന റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. മലയാളക്കര എന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി നവോത്ഥാനത്തിന്റെ നായകനായി സാമൂഹിക മണ്ഡലത്തിൽ ഉദിച്ചുയർന്ന സൂര്യ തേജസ് ശ്രീ മന്നത്ത് പത്മനാഭൻ ജന്മം നൽകിയ നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തെ തച്ചുടയ്ക്കുവാനുള്ള ചില സംഘടനാ വിരുദ്ധരുടെ അപവാദ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ താക്കീതുമായി തലസ്ഥാന നഗരിയിലെ കർമ്മധീരരായ NSS പ്രവർത്തകർ അണിചേരുന്ന തിരുവനന്തപുരം താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രസിഡന്റ് ശ്രീ M സംഗീത് കുമാർ നയിക്കുന്ന ശക്തി പ്രകടനമാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. അയിത്തത്തിനും അനാചാരത്തിനുമെതിരെ ശ്രീ മന്നത്ത് പത്മനാഭൻ ജന്മം നൽകിയ നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തെ തച്ചുടയ്ക്കുവാനുള്ള ഹിന്ദു സമാജം ഇവിടെ ഉണ്ട് എന്ന് ഊന്നി പറയുകയാണ്, കാണിക്കുകയാണ്. അതുകൊണ്ട് വാക്കുകളും പ്രവൃത്തികളുമൊക്കെ സൂക്ഷിച്ചുപയോഗിച്ചാൽ അത് ഉപയോഗിക്കുന്നവർക്ക് നന്നായിരിക്കും. കാരണം അനിഷേധ്യമായൊരു സമുദായമാണ് നായർ എന്നത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വാർത്തകളും വിശേഷങ്ങളോടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുകൊണ്ടേണ്ടതുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.